ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് ബസിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അറിയേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. വീണ്ടും ഒരു ഓപ്പറേഷന്റെ പേര് നമുക്ക് മുന്നിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. പുതിയ പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. മിഡ്നൈറ്റിൽ നടന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അത്തരം ഒരു പേരിട്ടിരിക്കുന്നത്, ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുഎസിന്റെ രഹസ്യ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. എന്താണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ? ഇറാന്റെ ഏത് രാജ്യത്തിന്റെയാണ്? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ. എന്താണ്? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുഎസിന്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അപ്പോ എന്താണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ? എന്താണ്? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുഎസിന്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇതിനായിട്ട് യുഎസ് ഉപയോഗിച്ച വിമാനങ്ങളാണ് B-2 വിമാനങ്ങൾ. എന്താണ്? B-2 വിമാനങ്ങളാണ് ഈ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് വേണ്ടിയിട്ട് യുഎസ് ഉപയോഗിച്ചത്. ഇപ്പൊ B-2 എന്ന് വെച്ചാൽ ബങ്കർ ബസ്റ്ററുകളാണ്. എന്താണ്? ബങ്കർ ബസ്റ്ററുകൾ. ഭൂമിക്കടിയിലേക്ക് തുരന്നിറങ്ങി ഭൗമാന്തർ ഭാഗത്ത് പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ബങ്കർ ബസ്റ്ററുകൾ. എന്താണ് ബങ്കർ ബസ്റ്ററുകൾ? ഭൂമിക്കടിയിലേക്ക് തുരന്നിറങ്ങി ഭൗമാന്തർ ഭാഗത്ത് പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ബങ്കർ ബസ്റ്ററുകൾ. യുഎസിന്റെ പക്കലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് GBU-57 A or B. എന്താണ്? GBU-57 A/B എന്ന് പറയുന്നത് യുഎസിന്റെ പക്കലുള്ള ബങ്കർ ബസ്റ്ററുകളാണ്. അപ്പൊ B-2 ആ വിമാനത്തിന്റെ പേരാണ്. ഇതാണ് അവർ ഉപയോഗിച്ച ബോംബ്. എന്താണ്? ബങ്കർ ബസ്റ്ററുകൾ. ഇത് എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിൽ 60 മീറ്റർ വരെ ആഴത്തിൽ ചെന്ന് പ്രഹരമേൽപ്പിക്കുന്നു. അപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് യുഎസ് നശിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ ആണവ കേന്ദ്രങ്ങൾ? നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആണവ കേന്ദ്രങ്ങൾ? ഏതൊക്കെയാണ്? നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ. എന്താണ്? നതാൻസ്. ഒന്ന് ഏതാണ്? നതാൻസ്, ഇസ്ഫഹാൻ. ഒന്നുകൂടി ഉണ്ട്, ഫോർദോ. എന്താണ്? ഫോർദോ എന്നീ ആണവ കേന്ദ്രങ്ങൾ ആരുടെ? ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിലൂടെ യുഎസ് നശിപ്പിച്ചത്. ഏതൊക്കെയാണ്? നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും ഇറാൻ. ഇറാന്റെ അധികാര പരിധിയിലുള്ള ഒരു കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. ഇത് ലോക രാജ്യങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു കടലിടുക്കാണിത്. അതായത് ലോകത്തിന്റെ 20% എണ്ണ വ്യാപാരം അല്ലെങ്കിൽ എണ്ണ കൊണ്ടുപോകുന്ന ഒരു പാതയാണ് ഏതെന്ന് പറയുന്നത്? ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എത്തുന്ന 40% എണ്ണയും ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ്. അമേരിക്ക അതിൽ ഇടപെടുകയാണ്. ഇനി അങ്ങോട്ട് നമുക്കൊരു എണ്ണക്ഷാമം, നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിലൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്നത് കുറയും. അത് ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ ഒരു സോഴ്സ് മറ്റൊരു രാജ്യം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലഭ്യത നമുക്ക് കുറയും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത്. നമുക്കറിയാം, നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എണ്ണ കമ്പനികൾ ഉള്ളതും അതിന്റെ ഖനനം നടക്കുന്നതും എവിടെയാണ്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം അവിടെ വളരെ വലുതാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യുഎസ് കൂടി പങ്കെടുത്തതോടുകൂടി പശ്ചിമേഷ്യയിലെ സ്ഥിതി രൂക്ഷമാവുകയാണ്.
ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റ് അനുമതി നൽകി. യൂറോപ്യൻ എണ്ണ കമ്പനികളുടെ ചരക്ക് ഗതാഗതം തടയുകയാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് തടയുന്നത് വഴി യൂറോപ്യൻ എണ്ണ കമ്പനികളുടെ ചരക്ക് ഗതാഗതം എന്ത് ചെയ്യുന്നു? ഇതോടുകൂടി തടസ്സപ്പെടുന്നു. എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ അസംസ്കൃത എണ്ണ വില വീപ്പയ്ക്ക് 120 മുതൽ 130 വരെ ഡോളർ ഉയർന്നേക്കും. അപ്പൊ നിലവിൽ അത് 78 ആണ്. 78-ൽ നിന്നും 120 മുതൽ 130 വരെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തോതാണല്ലേ. 78-ൽ നിന്നും 120 മുതൽ 130 വരെ ഇത് ഉയരുന്നു. അപ്പൊ എവിടെയാണ് ഈ ഹോർമുസ് കടലിടുക്ക് അല്ലെങ്കിൽ ഈ ഒരു ജലപാത എവിടെയാണ്? പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ്. എവിടെയൊക്കെയാണ്? പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. 55 മുതൽ 95 വരെ കിലോമീറ്റർ ആണ് ഈ കടലിടുക്കിന്റെ വ്യാപ്തി. എത്രയാണ്? 55 മുതൽ 95 വരെ. ഇതിന്റെ ഇടുങ്ങിയ ഭാഗം നോക്കിയാൽ തന്നെ 33 കിലോമീറ്ററോളം വീതിയുണ്ട്. ഇതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം, അതായത് ഏറ്റവും കുറഞ്ഞത് 33 കിലോമീറ്റർ വീതി ഈ കടലിടുക്കിനുണ്ട്. ഇറാന്റെ തൊട്ടടുത്തുള്ള ഈ കടലിടുക്കിന്റെ നിയന്ത്രണം ആർക്കാണ്? ഇറാനാണ്. അപ്പോൾ ഇറാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ വരാം ഇറാൻ ഉൾക്കടൽ അല്ലെങ്കിൽ ഇറാൻ ഗൾഫ് എന്നൊക്കെ വരാം. അല്ല, പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിടുക്കിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് ഇത് ഹോർമുസ് കടലിടുക്ക്. ഏതാണ്? ഹോർമുസ് കടലിടുക്ക്. കുവൈറ്റ്, ഇറാഖ്, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ നീക്കവും ഖത്തർ, ഒമാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള LPG നീക്കവും ഹോർമുസ് വഴി നടക്കുന്നു. എന്താണ്? LPG, നമ്മുടെ ദ്രവീകൃത പെട്രോളിയം, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഇതിന്റെ നീക്കവും ഏത് വഴി നടക്കുന്നുണ്ട്? ഹോർമുസ് വഴി നടക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ മാത്രമല്ല, എന്ത് ചെയ്യുന്നുണ്ട്? LPGയുടെ നീക്കവും നടക്കുന്നത് ഏത് വഴി തന്നെയാണ്? ഹോർമുസ് കടലിടുക്ക് വഴി തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് ഈ ഹോർമുസിന്റെ പ്രാധാന്യം? ഇത്രയും യുദ്ധം കടുത്തിരിക്കുമ്പോൾ ഇറാൻ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു കടലിടുക്ക്, ഒരു പാത അങ്ങ് തടയുകയാണ്. അത്തരം ഒരു പാത തടയണമെങ്കിൽ അതിന് ലോകരാജ്യങ്ങൾക്കിടയിൽ നല്ല ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം, അല്ലെ? എല്ലാ രാജ്യങ്ങളെയും അത് ഏതെങ്കിലും ഒരു രീതിയിൽ ബാധിക്കുന്നതായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഹോർമുസിന്റെ പ്രാധാന്യം? ഇത് ലോകത്തെ ആകെ എണ്ണ നീക്കത്തിന്റെ 20% ഇതുവഴിയാണ്. ലോകത്തെ ആകെ എണ്ണ നീക്കത്തിന്റെ 20% ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ലോകത്തിലെ ആകെ എണ്ണ നീക്കത്തിന്റെ 20% നടക്കുന്നത് ഏത് വഴിയാണ്? ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. കൂടാതെ ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണയുടെ 40%, ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണയുടെ 40%. ഇവിടെ ഒരു ചെറിയ മാപ്പൊക്കെ നമ്മുടെ പത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഹോർമുസ് കടലിടുക്ക് വരുന്നത്? പേർഷ്യൻ ഉൾക്കടൽ, ഒമാൻ ഉൾക്കടൽ, ഇതിന് ഇടയ്ക്ക് ഇവിടെയാണ് നമ്മുടെ ഹോർമുസ് കടലിടുക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോർമുസ് കടലിടുക്ക്. ബഹ്റൈൻ, UAE, ഒമാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ, ഇവിടേക്ക് വരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ കടലിടുക്ക് കടന്നേ മതിയാവൂ. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഹോർമുസ് കടലിടുക്കിന്റെ സ്ഥാനം എല്ലാവർക്കും മനസ്സിലായല്ലോ. പേർഷ്യൻ ഉൾക്കടൽ കിടക്കുന്നു, ഒമാൻ ഉൾക്കടൽ കിടക്കുന്നു. ഇടയ്ക്ക് കാണുന്ന ഈ ഒരു ചെറിയ ഭാഗമാണ് എന്ത്? ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്നത് 2 കോടി ബാരൽ എണ്ണയാണ്. ഇപ്പോൾ ഒരു ദിവസത്തെ കണക്കാണ് ഈ പറയുന്നത്. ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്നത് 2 കോടി ബാരൽ എണ്ണയാണ്. ഇതൊരു ശരാശരി കണക്കാണ്. ചൈനയിലേക്കുള്ള എണ്ണയുടെ 50%, ദ്രവീകൃത പ്രകൃതിവാതകങ്ങളുടെ 10% പോകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ചൈനയിലേക്കുള്ള LNGയുടെ അതായത് നമ്മുടെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNGയുടെ എത്രയാണ്? 10% പോകുന്നത് നമ്മുടെ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂടും. അപ്പോൾ ഇനി അടുത്ത ന്യൂസ് ഉണ്ട്. നമ്മളിനി ആശ്രയിക്കാൻ പോകുന്നത് ആരെയാണ്? റഷ്യയാണ്. അതും കൂടെ ഉണ്ട് ഇവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഹോർമുസ് അടയ്ക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് റഷ്യയെ ആശ്രയിച്ചേ മതിയാവൂ. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടെ ഏത് രാജ്യത്തു നിന്നുള്ള ഇറക്കുമതിയാണ് കൂടുന്നത്? ഏത് രാജ്യമാണ്? റഷ്യയാണ്. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കൂടും. നോക്ക്, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കൂട്ടി ഇന്ത്യ. അപ്പൊ കൂടും എന്നത്
ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോഴുള്ള ഒരു ഫാക്റ്റാണ്. ആ ഫാക്ട് നിലവിൽ വന്നിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ദിവസേന വാങ്ങുന്നത് ശരാശരി 22 ലക്ഷം വീപ്പ അസംസ്കൃത വസ്തുക്കളാണ്. എത്രയാണ്? 22 ലക്ഷം. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഒരു പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് അല്ലെ? ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നാണ്. 22.62 ലക്ഷം. ഇറാനിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് 40% വരുന്നത് ഏത് വഴിയാണ്? ഹോർമൂസ് കടലിടുക്ക് വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി വരാൻ പറ്റാത്തത് കൊണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ 22.62 ലക്ഷം വീപ്പ അസംസ്കൃത എണ്ണയാണ് വാങ്ങുന്നത്. ഇറാഖിൽ നിന്നും 9.17 ലക്ഷം. പിന്നെ സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, അമേരിക്കയുണ്ട്, കൊളംബിയ ഉണ്ട്, നൈജീരിയ, കുവൈറ്റ്. ബാക്കി ഇത്രയും രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ അസംസ്കൃത എണ്ണ ശേഖരിക്കുന്നത്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ എവിടെ നിന്ന് ചോദിച്ചാൽ ഏത് രാജ്യം പറയണം? റഷ്യ പറയണം. രണ്ടാം സ്ഥാനം ചോദിച്ചാൽ ഇറാഖ് പറയണം. ഇറാൻ അല്ല. ഇറാഖും ഇറാനും തിരിഞ്ഞു പോകരുത്. രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ്. ഏതാണ്? ഇറാഖാണ്. ഇറാഖിൽ നിന്നാണ് രണ്ടാം സ്ഥാനം, 9.17 ലക്ഷം. റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. എത്ര എന്ന് കൂടി കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. 22.62 ലക്ഷം വീപ്പ അസംസ്കൃത എണ്ണയാണ് ദിവസേന വാങ്ങുന്നത്. ഒരു ദിവസത്തെ കണക്കാണ്. റഷ്യയിൽ നിന്നും എത്ര വാങ്ങുന്നു? 22 ലക്ഷം വീപ്പ അസംസ്കൃത വസ്തു ഒരു ദിവസം ഇന്ത്യ വാങ്ങുന്നുണ്ട്. സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിലൂടെ UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഗുരുതര ലംഘനമാണ് US നടത്തിയത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാഗ്ചി. ആരാണ്? അബ്ബാസ് അരാഗ്ചിയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാണ് അബ്ബാസ് അരാഗ്ചി. ഇറാന്റെ പ്രധാനമന്ത്രി ആരെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നമുക്കിതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്തെടുക്കണ്ടേ? അപ്പോ അബ്ബാസ് അരാഗ്ചിയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്ന അങ്ങേയറ്റം അപകടകരമായ നടപടിയാണിത്. അത് ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണി കൂടിയാണ്. ഇതെന്താണ്? നമ്മുടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള US-ന്റെ ആക്രമണം, മിസൈൽ ആക്രമണത്തെ പറ്റി ഓരോ വ്യക്തികൾ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? UN സെക്രട്ടറി ജനറൽ. ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. UN സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ ആണ്. ഏതാണ്? പോർച്ചുഗൽ. UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ആണ് എന്ത് പറഞ്ഞത്? ഇതുവഴി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് US ചെയ്തത് എന്ന് പറഞ്ഞത് ആരാണ്? UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ആണ്. സംഘർഷം അതിവേഗം അവസാനിപ്പിക്കണം. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അതിയായ ആശങ്കയോടെയാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബെ. നമുക്ക് ഈ പേരുകളാണ് ആവശ്യം. അവർ പറഞ്ഞ കോട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ജപ്പാന്റെ പ്രധാനമന്ത്രി ആര്? ഷിഗെരു ഇഷിബ. ആരാണ്? ഷിഗെരു ഇഷിബ. യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിൽ ഇനി വരാൻ പോകുന്ന, അതായത് നമ്മുടെ SBCID പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കൃത്യമായിട്ട് ഇത് പഠിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് എക്സാം ഉണ്ടായിരുന്നു. അതിൽ കറണ്ട് അഫയേഴ്സിൽ ചോദിച്ച ചോദ്യമാണ് നമ്മുടെ പഹൽഗാം ആക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിവിടെ പറയേണ്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം നടന്ന ഓപ്പറേഷൻ ആണ്. അതല്ലേ കൃത്യം ഒരു മാസമോ 1.5 മാസമോ അത്രയും ഗ്യാപ്പിൽ നടന്ന ഒരു സംഭവമാണ് 1.5 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പരീക്ഷയ്ക്ക് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെയധികം, നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മുടെ രാജ്യത്ത് വളരെയധികം പ്രത്യേകതയുണ്ട്. അപ്പോൾ അത്രയും പ്രത്യേകതയുണ്ട് എന്ന് നമ്മുടെ PSCക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്രയും അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി കൃത്യം ഒരു 1-1.5 മാസം ഗ്യാപ്പിലുള്ള ഒരു പരീക്ഷയ്ക്ക് ആ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ആരും ചോദിക്കരുത് കറണ്ട് അഫയേഴ്സ് എവിടെ മുതൽ എവിടം വരെ പഠിക്കണം. ചിലരൊക്കെ പറയും പരീക്ഷ ഡേറ്റിന് ഒരു 2 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട് നോക്കിയാൽ മതി. പോരാ, അത്രയും ഇമ്പോർട്ടൻറ്റ് നമുക്ക് തോന്നിയാൽ 1 മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസം 30 ദിവസം അത്രയും ഗ്യാപ്പ്, 30 ദിവസം ആകുമ്പോൾ 1 മാസം ആവുന്നു,
അത്രയും ഗ്യാപ്പിനിടയിലുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. PSC അതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരുന്നു എന്നതിന്റെ അർത്ഥം തന്നെ എന്താണ് ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ അല്ല നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്, വളരെ റീസെന്റ് ആണ്. ചിലപ്പോൾ ഒരാഴ്ച മുന്നേ ആണ് അവരത് പ്രിന്റ് ചെയ്യുന്നതെങ്കിലോ, ഒരാഴ്ച കൊണ്ട് പ്രിന്റ് ചെയ്ത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള ജസ്റ്റ് ഒരു 1-2 വീക്കിന് മുന്നേ ഉള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇനി അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് അടുത്ത ആഴ്ചത്തെ നോക്കണ്ട, നമുക്ക് 28-ാം തീയതിയാണ് ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന പരീക്ഷകൾ ഉള്ളവരെല്ലാവരും തീർച്ചയായും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത്രയും റീസെന്റ് ആയിട്ടുള്ള ഫാക്ടുകളാണ് PSC കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷിഗെരു ഇഷിബ. ആരാണ്? ഷിഗെരു ഇഷിബ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം ഇന്ന് നമ്മുടെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാഘോഷത്തോട് അനുബന്ധിച്ച് എന്ത് ചെയ്യുന്ന ഒരു കൂട്ട ഓട്ടം നടത്തുകയാണ് തിരുവനന്തപുരത്ത്. ഇതിൽ തന്നേക്കുന്നത് യാത്ര മുടങ്ങും, അതായത് ഗതാഗത കുരുക്കുകൾ ഉണ്ടാകും എന്നൊരു ന്യൂസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് ജൂൺ 23-നാണ്. എന്താണ്? ജൂൺ 23-നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പേര് കൊടുത്തിട്ടുണ്ട്. ആരാണ്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത കൂടിയാണ് PT ഉഷ. ചീഫ് സെക്രട്ടറി തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ചീഫ് സെക്രട്ടറി, അതുകൂടെ നിങ്ങൾ ഓർക്കുക, ഡോക്ടർ A ജയതിലക് ആണ്. ഡോക്ടർ A ജയതിലക്. ഇൻഷ്യൽ പഠിക്കുക, ഇൻഷ്യൽ വ്യക്തമായി പഠിക്കുക. ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് എക്സാമിനുണ്ടായിരുന്ന ചോദ്യം, നമ്മുടെ നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ A RS ഗവായ്. ഓപ്ഷൻ C ആയിട്ട് വന്നു BR ഗവായ്. RS ഗവായും BR ഗവായും. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇൻഷ്യലുകൾക്ക് എന്തോരം പ്രാധാന്യമുണ്ടെന്ന്. ഉത്തരം എന്തായിരുന്നു? BR ഗവായി ആണ്. ചിലരെങ്കിലും RS ഗവായ് ബബിൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ തരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനാണ്? പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തത വേണം, അല്ലെ? എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത വേണം. ഡോക്ടർ A ജയതിലക് ആരാണ്? ഡോക്ടർ A ജയതിലക് ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ചീഫ് സെക്രട്ടറി. പ്രസിഡന്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ചോദിക്കാൻ പോകുന്നത് സെക്രട്ടറിയാണ്. നിങ്ങൾ പഠിച്ചിരിക്കുക. ഡോക്ടർ A ജയതിലക് ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ചീഫ് സെക്രട്ടറി. അപ്പൊ ഇവരൊക്കെ ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജൂൺ 23-നാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ. കൊളംബിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ശ്രീ രവിശങ്കർ. അപ്പൊ നമ്മുടെ ശ്രീ രവിശങ്കർ അടുത്തിടെ അഭിസംബോധന ചെയ്ത പാർലമെന്റ് ഏതാണ്? കൊളംബിയൻ പാർലമെന്റ് ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ സ്ഥാപകൻ എന്താണ്? ആർട്ട് ഓഫ് ലിവിങ്. ആർട്ട് ഓഫ് ലിവിങ്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ സ്ഥാപകനാണ് ആര്? നമ്മുടെ ശ്രീ രവിശങ്കർ. ആർട്ട് ഓഫ് ലിവിങ്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ സ്ഥാപകൻ ആരാണ്? ശ്രീ രവിശങ്കർ ആണ് ആർട്ട് ഓഫ് ലിവിങ് എന്ന സംഘടനയുടെ സ്ഥാപകൻ. ബെർലിൻ ഓപ്പൺ വോൺഡ്രോസോവയ്ക്ക്. ബെർലിൻ ഓപ്പൺ വോൺഡ്രോസോവയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് വോൺഡ്രോസോവ. മാർക്കേറ്റ വോൺഡ്രോസോവ. ഫുൾ നെയിം എന്താണ്? മാർക്കേറ്റ വോൺഡ്രോസോവ. പണ്ടേ PSC പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുറി പേരുകളൊന്നും കൊണ്ട് പോകരുത്, പൂർണ്ണമായ പേര് പഠിച്ചു വെക്കുക. മാർക്കേറ്റ വോൺഡ്രോസോവ. മാർക്കേറ്റ വോൺഡ്രോസോവയ്ക്കാണ് ബെർലിൻ ഓപ്പൺ കിരീടം ലഭിച്ചത്. മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യനാണ് മാർക്കേറ്റ വോൺഡ്രോസോവ. ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയിരിക്കുന്നത് മാർക്കേറ്റ വോൺഡ്രോസോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് മാർക്കേറ്റ വോൺഡ്രോസോവ. ക്ലിയർ അല്ലേ? അടുത്ത വാർത്തയിലേക്ക് പോകാം. ജസ്പ്രീത് ബുംറ. അപ്പൊ ഇത് ഇന്നത്തെ വാർത്തയിൽ വന്നതാണ്. ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. ഇത് എടുത്തിരിക്കുന്ന നമ്മുടെ 24 ന്യൂസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതാ 22 ജൂൺ 2025 കൊടുത്തിരിക്കുന്നത്. ഇത് ഇന്നലത്തെ വാർത്തയാണ്. ഇന്നലത്തെ വാർത്ത ഇന്നത്തെ പത്രത്തിൽ വന്നത്. ഓക്കെ. വിദേശത്ത് 150 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളറാണ് ആര്? നമ്മുടെ ജസ്പ്രീത് ബുംറ. എന്താണ് നേട്ടം? വിദേശത്ത് 150 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ. എന്താണ്? ആദ്യ ഏഷ്യൻ ബൗളർ. ഫസ്റ്റ് ഏഷ്യൻ ബൗളർ ആണ്. അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക. ആദ്യ ബൗളർ എന്നല്ല, ആദ്യ ഏഷ്യൻ ബൗളർ ആണ് ആര്? ജസ്പ്രീത് ബുംറ. ഇംഗ്ലീഷ് ക്രിക്കറ്റർ ഡേവിഡ് ലോറൻസ് അന്തരിച്ചു. ആരാണ്? ഡേവിഡ് ലോറൻസ്. ഇംഗ്ലീഷ് ക്രിക്കറ്റർ
ഡേവിഡ് ലോറൻസ് അന്തരിച്ചു. ഇംഗ്ലീഷ് പേസർ ഡേവിഡ് ലോറൻസ് അന്തരിച്ചു. അസുഖബാധിതനായിരുന്നു. ഇംഗ്ലണ്ടിനായി 5 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾ കളിച്ചു. പരിക്ക് കാരണം 29-ാം വയസ്സിൽ കളിക്കളം വിട്ട താരമാണ് ഡേവിഡ് ലോറൻസ്. അപ്പോ അടുത്തിടെ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരം ആരാണ്? ഡേവിഡ് ലോറൻസ്. തപസ്വിനി അമ്മയുടെ ജീവചരിത്രവുമായി MK സാനു. അപ്പോൾ MK സാനുവിന്റെ പുതിയൊരു പുസ്തകം വന്നിരിക്കുകയാണ്, തപസ്വിനി അമ്മയുടെ ജീവചരിത്രം. എന്താണ്? MK സാനുവാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് തപസ്വിനി അമ്മയുടെ ജീവചരിത്രം അടുത്തിടെ എഴുതിയത്? MK സാനുവാണ്. അബലകൾക്ക് ആശ്രയമായി ജീവിച്ച തപസ്വിനി അമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രൊഫസർ MK സാനു രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഏതാണ് ആ പുസ്തകം? തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. നമ്മുടെ MK സാനു 98 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 98-ാം വയസ്സിൽ തന്റെ പ്രായാധിക്യം മൂലമുള്ള ഒട്ടനവധി പ്രയാസങ്ങൾക്കിടയിലുമാണ് MK സാനു ഇത്തരത്തിലൊരു പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്താണ്? തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്നതാണ് പുസ്തകം. ഇനി നമുക്ക് കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിഞ്ഞാലോ? JCB സാഹിത്യ പുരസ്കാരം നിർത്തി. അപ്പോൾ JCB സാഹിത്യ പുരസ്കാരം നമ്മൾ ഇനി പഠിക്കണ്ട. അപ്പോൾ 2024 ലാസ്റ്റ് കൊടുത്തു. 25 മെയ്യിലാണ് അടുത്ത എൻറോൾമെന്റ് വരുന്നത്. പക്ഷേ ഒരു പുസ്തകത്തിന്റെ എൻറോൾമെന്റ് അവർ സ്വീകരിച്ചിട്ടില്ല. അതായത് അവർ നിർത്തിക്കഴിഞ്ഞു. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആശ്വാസം കൂടിയാണ്. എന്താണ് ആശ്വാസം? ഇനി മുതൽ നമുക്ക് പഠിക്കണ്ട. JCB പുരസ്കാരം നേടിയതാര്? പഠിക്കണ്ട. അപ്പോൾ JCB പുരസ്കാരം നിർത്തലാക്കിയിരിക്കുന്നു. പക്ഷെ അതിന്റെ പ്രത്യേകതകളും മുന്നേ നേടിയതാര്, ആദ്യം നേടിയതാര്, അവസാനം നേടിയതാര്, ചരിത്രം മുഴുവൻ നമുക്ക് പഠിക്കണം. വരുംകാലങ്ങൾ പഠിക്കണ്ട, മുൻകാലങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് എന്ത്? JCB പുരസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമല്ല, സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. എത്രയാണ് സമ്മാനത്തുക? എത്രയാണ്? 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപയാണ് JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. എത്രയാണ്? 25 ലക്ഷം രൂപ. അങ്ങനെയെങ്കിൽ പ്രഥമ പുരസ്കാരം, ആദ്യത്തെ JCB പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? നമ്മുടെ ബെന്യാമിനാണ്. ആരാണ്? ബെന്യാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിനാണ് ബെന്യാമിന് JCB പുരസ്കാരം ലഭിച്ചത്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ബെന്യാമിനാണ് പ്രഥമ JCB പുരസ്കാരം ലഭിച്ചത്. കൃതി ഏതാണ്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ഈ നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനം. 2020 ലഭിച്ചത് മീശ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിലൂടെ ആർക്കാണ്? S ഹരീഷിനാണ്. 2020. 2021 ഡൽഹി ഗാഥകൾ. എന്താണ്? ഡൽഹി ഗാഥകൾ 2021. ഡൽഹി എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി എന്നൊക്കെ വായിക്കാം. എന്താണ്? ഡൽഹി ഗാഥകൾ. ഡൽഹി ഗാഥകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ആർക്കാണ് കിട്ടിയത്? നമ്മുടെ M മുകുന്ദന് ഏത് വർഷം? 2021. JCB പുരസ്കാരം ലഭിച്ചു. 2020 ഹരീഷിന്, 2021 ആർക്ക്? M മുകുന്ദന്. 2024 ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. എന്താണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്ക് എഴുത്തുകാരനായ ഉപമന്യു ചാറ്റർജി. ആരാണ്? ഉപമന്യു ചാറ്റർജിക്ക് ലഭിച്ചു 2024. ഇതാണ് അവസാനമായി നൽകിയത്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ആരാണ് എഴുതിയത്? ഉപമന്യു ചാറ്റർജി. 2024 JCB സാഹിത്യ പുരസ്കാരം. അപ്പോ JCB സാഹിത്യ പുരസ്കാരമാണ് നിർത്തലാക്കിയിരിക്കുന്നത്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ് ആദ്യം ലഭിച്ചത്. 2020 ഹരീഷിനും 2021 M മുകുന്ദനും ലഭിച്ചു. 2024 ഉപമന്യു ചാറ്റർജി. ആദ്യം ലഭിച്ചത് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിനാണ് ആദ്യമായി ലഭിച്ചത്. അടുത്തൊരു വാർത്ത നോക്കാം. SBS 03. എന്താണ് SBS 03? എന്താണ്? ചൈനയും
ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും ഒപ്പിയെടുക്കാൻ 52 ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം വിക്ഷേപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. എത്രയാണ്? ഒന്നും രണ്ടും അല്ല, 52 ചാര ഉപഗ്രഹങ്ങൾ എത്ര മാസത്തിനകം? 18 മാസത്തിനകം. ആരുടെയൊക്കെ നീക്കങ്ങൾ പരീക്ഷിക്കാൻ? നമ്മുടെ ചൈനയുടെയും പാകിസ്ഥാന്റെയും. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കെതിരെ തിരിയുന്ന 2 രാജ്യങ്ങളാണ് ഏതൊക്കെ? ചൈനയും പാകിസ്ഥാനും. അപ്പോൾ അവരുടെ ഓരോ നീക്കവും അറിയുന്നതിന് വേണ്ടിയിട്ട് 52 ചാര ഉപഗ്രഹങ്ങളാണ് 18 മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പേരാണ് SBS-03. എന്താണ്? SBS-03. അതായത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് 18 മാസങ്ങൾ കൊണ്ട് 52 ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് SBS-03. എന്താണ്? SBS-03. ISROയും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ISROയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. 52 ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കണം. ISROയ്ക്ക് ഒത്തിരി മിഷൻസ് പെൻഡിങ്ങിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി പങ്കു ചേർക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എന്താണ് പദ്ധതി? SBS-03. മഴക്കാട് ദിനം ജൂൺ 22 അന്താരാഷ്ട്ര മഴക്കാട് ദിനം. എന്ത് ദിനം? അന്താരാഷ്ട്ര മഴക്കാട് ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. തിരിഞ്ഞു പോകരുത്. ജൂൺ 22 അന്താരാഷ്ട്ര മഴക്കാട് ദിനം, മെയ് 22 ജൈവ വൈവിധ്യ ദിനം. 2025 അന്താരാഷ്ട്ര മഴക്കാട് ദിന പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. വനവും ഭക്ഷണവും. ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 ലോക പാരാ അത്ലറ്റിക്സ്. 2025 ലോക പാരാ അത്ലറ്റിക്സിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ന്യൂഡൽഹി. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 2025 ലോക പാരാ അത്ലറ്റിക്സ് നടക്കുന്നത്. ഔദ്യോഗിക ചിഹ്നം അല്ലെങ്കിൽ ഭാഗ്യ ചിഹ്നം വിരാജ്. എന്താണ്? വിരാജ് ഒരു ആനയാണ്. ഒരു ബ്ലേഡ് കൃത്രിമക്കാലുള്ള യുവ ആന. എന്താണ്? ഒരു ബ്ലേഡ് കൃത്രിമക്കാല്. പാരാ അത്ലറ്റിക്സ് ആണ്. പാരാ അത്ലറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വികലാംഗരാണ് അല്ലേ? ചെറിയ ചെറിയ വൈകല്യങ്ങളുള്ളവരാണ് പാരാ അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗ്യ ചിഹ്നം അല്ലെങ്കിൽ അതിന്റെ മാസ്കോട്ട് എന്താണ്? വിരാജ് എന്ന ആനയാണ്. എങ്ങനത്തെ ആനയാണ്? ഒരു ബ്ലേഡ് കൃത്രിമക്കാലുള്ള ഒരു യുവ ആനയാണ് വിരാജ്. ഈ ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നത് സിനിമാ നടിയായ കങ്കണ റാവത്താണ്. ആരാണ്? കങ്കണ റാവത്താണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നത്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ദേവേന്ദ്ര ജജാരിയ. ആരാണ്? ദേവേന്ദ്ര ജജാരിയാണ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഒളിമ്പിക് കമ്മിറ്റി ഉണ്ട്. ഇതെന്താണ്? പാരാലിമ്പിക് കമ്മിറ്റിയാണ്. ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇത് പാരാലിമ്പിക് കമ്മിറ്റിയാണ്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് PCIയുടെ പ്രസിഡന്റ് ആരാണ്? ദേവേന്ദ്ര ജജാരിയ. ആരാണ്? ദേവേന്ദ്ര ജജാരിയ. ഇനി നമുക്ക് കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആദ്യ JCB പുരസ്കാരത്തിന് അർഹമായ കൃതി ഏത്? ആദ്യ JCB പുരസ്കാരത്തിന് അർഹമായ കൃതി ഏത്? ഓപ്ഷൻ A ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്, B ഡൽഹി ഗാഥകൾ, C മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, D മീശ. ഇതിലേതാണ് ആദ്യത്തെ JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസേഴ്സ് കമന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളെല്ലാം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. എങ്കിലല്ലേ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാകൂ. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ലോക മഴക്കാട് ദിനം എന്നാണ് ലോക മഴക്കാട് ദിനം? ഓപ്ഷൻ A ജൂലൈ 22, B ജൂൺ 22, C മെയ് 22, D മാർച്ച് 22. അപ്പൊ എല്ലാവരും ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. എന്നാണ് ലോക മഴക്കാട് ദിനം? ജൂലൈ 22 ആണോ? ജൂൺ 22 ആണോ? മെയ് 22 ആണോ? മാർച്ച് 22 ആണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മൾ SBCID കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്കായിട്ട് 2026 ഡിഗ്രി പ്രിലിംസ് മെയിൻസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പ്രിലിംസിന്റെ ക്ലാസ്സുകളാണ് നൽകുന്നത്. ഇതുവരെയുള്ള പരീക്ഷകളൊക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി വരുന്ന പരീക്ഷ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ശ്രമിച്ച് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഓപ്ഷൻ ബി ആണ്. ജൂൺ 22 ലോക മഴക്കാട് ദിനം. അടുത്തിടെ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരം ആര്? അടുത്തിടെ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരം. ഓപ്ഷൻ എ ഡേവിഡ് ലോറൻസ്, ബി ലോറൻസ് ഡേവിഡ്, സി ഡേവിഡ് ബെക്കർ, ഡി ഡേവിഡ് കില്ലർ. ഇതിലാരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആരാണ് ഇംഗ്ലണ്ടിന്റെ താരം? അടുത്തിടെ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരം ആരാണ്? എല്ലാവരും ഉത്തരം കമന്റ് ചെയ്തേ. എല്ലാവർക്കും അറിയാം, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, ഡേവിഡ് ലോറൻസ്. ഡേവിഡ് ലോറൻസ് ആണ് അടുത്തിടെ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരം. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The Strait of Hormuz is one of the world's most crucial checkpoints for global oil transport. Global oil transportന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോകത്തിലെ ഒരു സ്ട്രെയിറ്റ് ആണ് എന്താ? ഹോർമൂസ്. ഒരു കടലിടുക്കാണ് ഹോർമൂസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. 50% of Iran's revenue and foreign exchange earning are depend on oil transport through the strait. അപ്പോൾ ഇറാന്റെ 50% റവന്യൂവും ഫോറിൻ എക്സ്ചേഞ്ചും ഏർണിംഗ്സും എല്ലാം ഈ സ്ട്രേറ്റിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ഇമ്പോർട്ട്സ് എ ലാർജ് പോർഷൻ ഓഫ് ഇറ്റ്സ് ഓയിൽ വയ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഇന്ത്യ ഹോർമൂസിലൂടെ എന്താണ്? ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഓയിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇറാൻ ഹാസ് നെവർ ത്രെറ്റൻഡ് ടു ക്ലോസ് ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഇറാൻ ഈ ഹോർമൂസ് സ്ട്രേറ്റ് ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല. ഇതിലേതാണ് ഉത്തരം? ഓപ്ഷൻ എ 1, 2 and 3 only, ബി 1 and 4 only, സി 2, 3 and 4 only, ഡി all of the above. ഇതിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? എല്ലാവരും കമന്റ് ചെയ്യുക. കൃത്യമായി വായിച്ചു നോക്കുക. എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. കൃത്യമായും ഉത്തരത്തിലെത്തുക. എന്താണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1, 2 and 3 only. 4 അല്ല. എന്താണ്? ഇറാൻ ആ സ്ട്രേറ്റ് അടച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞത്. 1, 2, 3 ശരിയായിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആധികാരിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്